ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്കള്ളാണ്. സ്റ്റാർട്ട് ചെയ്യാം സ്കള്ള് വെച്ചിട്ട്. സ്കള്ളിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്, അറിയാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും. ഓക്കെ, ആക്ച്വലി സ്കള്ളെന്ന് പറഞ്ഞാൽ ഫേഷ്യൽ മസിൽസും ഫാറ്റും ഒക്കെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ബേസാണ്. ഓക്കെ, അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കള്ളിൻ്റെ ഷേപ്പ് തന്നെയാണ് ഫേസ് ഡിഫൈൻ ചെയ്യാനൊക്കെ, ഒരാളുടെ ഫേസ് മുഖം ഡിഫൈൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഈ ഒരു ഫേഷ്യൽ മസിൽസും ഫാറ്റും ഒക്കെ അത് അടങ്ങിയിരിക്കുന്ന, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ബേസ് ഏരിയയാണ് സ്കള്ള് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ സ്കള്ളിനെ ശരിക്ക് ഓരോ പാർട്ടും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് സയൻറ്റിഫിക്കലി അനാട്ടമിക്കലി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഫേസ് വരയ്ക്കുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് ഈ ഒരു പാർട്സൊക്കെ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒരു ഫേസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം അതിലുണ്ടാവാൻ വഴിയുണ്ടാവത്തുള്ളൂ. ഓക്കെ, നമുക്കിവിടെ ഒരു സ്കള്ളിൻ്റെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും കാണാം. ഈ കാണുന്ന പാർട്ടാണ് ടെമ്പറൽ ലൈൻ. നമ്മളുടെ സ്കള്ളിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് എഡ്ജസ് ആയിട്ട് തോന്നുന്ന ഏരിയയൊക്കെയാണ് നമ്മൾ ടെമ്പോറൽ ലൈൻസ് എന്ന് പറയുന്നത്. അഡൾട്ടായിട്ടുള്ള എല്ലാ മെയിലിനും അത് കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇതാണ് സൈഗോമാറ്റിക് ബോൺ, അല്ലെങ്കിൽ ചില സമയത്ത് ചീക്ക് ബോൺ എന്നും പറയാം, കവിളല് എന്ന് പറയും. ഇതും മെയിലിനകത്താണ്. ഹ്യൂമൻ ബോഡി, ഹ്യൂമൻസിൽ മെയിൽ ആൻഡ് ഫീമെയിലിനകത്ത് മെയിൽസിനാണ് ഏറ്റവും കൂടുതൽ ഡിഫൈൻഡ് ആയിട്ട് ഡെഫിനിഷനായിട്ട് കാണുന്നത്. ബേസിക്കലി ഈ ബോണ് നമുക്ക് ഐസിൻ്റെ ഫേസിലുള്ള ആ സ്കള്ളിലുള്ള ഐസിൻ്റെ സൈഡ് വാൾസായിട്ടും ഫ്ലോറൽ വാൾസായിട്ടും, എന്ന് വെച്ചാൽ ആ തറഭാഗം, കണ്ണ് ഇരിക്കുന്ന ആ ഒരു ഏരിയയുടെ തറഭാഗവും അതിൻ്റെ സൈഡ് ഒക്കെ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട് സ്കള്ളിൽ. ഓക്കെ, നെക്സ്റ്റ് ഈ കാണുന്നതാണ് ഫ്രോണ്ടൽ ബോൺ. അപ്പോൾ അത് നമ്മുടെ സ്കള്ളിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണുന്ന ബോണാണ്. ഐ സോക്കറ്റിൻ്റെ ടോപ്പ് പാർട്ടായിട്ട് അത് ആക്ട് ചെയ്യും. ഈ ബോൺ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഡെലിക്കേറ്റ് പാർട്ടായിട്ടുള്ള ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബോൺ ഏരിയയാണ് ഈ ഫ്രോണ്ടൽ ബോൺ എന്ന് പറയുന്ന ബോൺ. നെക്സ്റ്റ് ഈ കാണുന്നതാണ് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറയുന്ന അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പറയാറില്ലേ കണ്ണിൻ്റെ കുഴി എന്ന് പറയുന്ന ഏരിയ, നമ്മൾ സ്കള്ളിലെല്ലാം കാണുന്ന ഒരു ടോട്ടൽ ഇവിടെ തന്നെ കാണാമല്ലോ, നമുക്ക് ഒരു കുഴി കാണാം. ആ കുഴി എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്താണല്ലോ ഐസ് പ്ലേസ് ആവുന്നത്. അപ്പം ഐസിൻ്റെ ഒരു ഹൗസിങ് ഏരിയ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു ഓർബിറ്റ് എന്ന് പറയുന്ന ഏരിയ. ബോഡി ഫാറ്റ് നല്ലപോലെ കുറഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ നല്ലപോലെ മെലിഞ്ഞ് പട്ടിണി കിടക്കുന്ന ഒരാൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഫോട്ടോസ് ഓരോരുത്തരുടെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ ഈ ഓർബിറ്റ് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഈ കാണുന്നതാണ് നേസൽ ബോൺ. അത് നോസിൻ്റെ ബ്രിഡ്ജാണ്. നമുക്ക് എല്ലാവരിലും ഡിഫൈൻഡ് ആയിട്ട് കാണാം. നല്ലപോലെ മെലിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ നല്ലപോലെ മസ്കുലിനായിട്ടുള്ള ഒരാൾക്ക് ഇത് ഈ നേസൽ ബോൺ വ്യക്തമായിട്ട് കാണാൻ പറ്റും അയാളുടെ ഫേസിൽ. നെക്സ്റ്റ് ഈ വരുന്നതാണ് മാൻഡിബിൾ. മാൻഡിബിൾ എന്ന് പറയുമ്പോൾ കാണുന്ന പോലെ തന്നെ, അടയാളപ്പെടുത്തിയിരുന്നത് പോലെ തന്നെ നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദി സ്കള്ളാണ്. ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോവർ പാർട്ട് എന്ന് പറയുന്നത് മാൻഡിബിളിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഏരിയാസ് ലോവർ ജോയും അതുപോലെ തന്നെ ലോവർ ടീത്ത് ഏരിയയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബോൺ ഏരിയയാണ് മാൻഡിബിൾ. ഇതിനകത്ത് മാൻഡിബിളിൽ വേറെ രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. നമ്മുടെ താടിയെല്ലായിട്ട് പറയുന്ന ഈ മാൻഡിബിളിൻ്റെ ലെഫ്റ്റും റൈറ്റും ഏരിയ, ആ ഒരു വിജാഗിരി പോലെ വർക്ക് ചെയ്യുന്ന ഏരിയയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ആംഗിളുണ്ട്. അതാണ് ഒന്ന്. രണ്ടാമത് താടിയുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള ആ കൂർത്ത പോർഷൻ, കൂർത്തിരിക്കുന്ന പോക്കിയായിട്ടിരിക്കുന്ന പോർഷൻ, അതിന് ഫ്രണ്ട് എന്ന് പറയും. ആംഗിൾ ആൻഡ് ഫ്രണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ടോട്ടലി നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പാർട്സ്: സൈഗോമാറ്റിക് ബോൺ, ഫ്രോണ്ടൽ ബോൺ, ഓർബിറ്റ്, നേസൽ ബോൺ, മാൻഡിബിളിൽ രണ്ട് പാർട്സ്, അതിൻ്റെ സബ് ഡിവിഷനായിട്ട് വരുമ്പം ഫ്രണ്ടും ആംഗിളും. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു സ്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു സ്കളിൽ ഒരു ഹെഡ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്കി പോർഷൻസ്, ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും ഗുഡ് ബൈ ഗൈസ്.